നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചിക്ക് ആരാ ഇങ്ങനെ ബുദ്ധിമോശം ഉപദേശിച്ചിരുന്നു? ഈ കത്ത് എന്തോ ഭാഗ്യത്തിന് ചേച്ചിയുടെ കൈ കിട്ടി. ഇതുപോലെ ഇനിയും കത്തുകൾ വന്നുകൂടാന്നില്ലല്ലോ. അത് വേറെ ആരുടെയെങ്കിലും കൈ കിട്ടിയ അവരത് വായിച്ച ഇന്ന് ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും കാണൂ? ഒരു വാക്ക് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കാണൂ? നീ കാണോ? അതാദ്യം പറ, നീ കാണോ? സ്വന്തം രക്തത്തിൽ പിറന്ന നീ ഇത്ര ആലോചിക്കുമ്പോ ബാക്കി ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നീ ഒന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, മനസ്സിലായോ? എന്റെ വഴി എന്താന്ന് എനിക്കറിയാം. നേരത്തെ ആരോ വന്നു പോകുന്ന പോലെ തോന്നിയല്ലോ, ആരായിരുന്നു? അച്ഛാ, അത് മാനേജർ വിജയുടെ ഭാര്യയായിരുന്നു. അവൾ ആരെ കാണാമെന്നാ? എന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വിജയ് പറഞ്ഞു വിട്ടതാ. അവനറിയാം നിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞാൽ നിന്റെ മനസ്സലിയുമെന്നും അവനെ സഹായിക്കുമെന്നും. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? ഹാ, അവര് പാവോ അച്ഛാ. അവൻ വേഷം കെട്ടിച്ച് വിട്ടതാ അവളെ. ആരോ അവനെ ആക്രമിച്ചുവെന്നും ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്നും അവൻ എന്തൊക്കെയോ രഹസ്യം പറയാനുണ്ടെന്നും അതൊക്കെ അർച്ചനയോട് പറയാൻ വേണ്ടി അവളെ പറഞ്ഞു വിട്ടതാന്ന്. പാവം, അവളെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അച്ഛൻ അതൊക്കെ കേട്ടോ? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അവന് പറയാനുള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അച്ഛാ. എനിക്ക് തരാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തു വിട്ടു. എല്ലാം അതിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കത്ത് എവിടെ? ഓ, അതോ? അതിലൊന്നുമില്ലച്ചാ. അവന്റെ ഏറ്റുപറച്ചിലും സഹായിക്കണമെന്നുള്ള അപേക്ഷയാ മൊത്തം. അറിയാതെ പറ്റിയതാണ്, ഇത്രയും ദ്രോഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാ കത്തില്. അച്ഛന് കാണണോ? വേണ്ട. ഇനി അവൻ എന്ത് പറഞ്ഞാലും തിരിച്ചവനെ കമ്പനിയിൽ എടുക്കണ്ട. അവൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്കണം. ആരുടെയും കണ്ണീരും ശാപവും നമുക്ക് വേണ്ട. വളരെ ദയനീയമാണെന്ന് തോന്നുന്നു അച്ഛാ അവസ്ഥ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തല്ലേ. ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി നോക്കായിരുന്നു. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയില്ലല്ലോ. അതൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ഇപ്പം തന്നെ അവൻ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളാണ് അവനെ ആക്രമിച്ചതിന് പിന്നിലെന്ന്. പിന്നെ അവൻ പോലീസിലും കോടതിയിലും ഒന്നും പോകാത്തത് അവന് തന്നെ വിനയാകുമെന്ന് കരുതിയ. എനിക്ക് ചില ഡോക്യുമെന്റ്സ് മേഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മളാരെന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുന്നത്. അർച്ചനയ്ക്കിതൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലായി, അവൻ നമ്മളോട് കാണിച്ച ചതിക്കും വഞ്ചനയ്ക്കും നമ്മൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ദൈവം എന്നൊരാൾ മുകളിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴൊക്കെ ജോലിയും കൂലിയും അപ്പ തന്നെയാ. എന്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചു. അതിനുള്ള കൂലി ദൈവം ഉടനെ തന്നെ അവന് കൊടുത്തു. ലോകത്താരവനോട് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല അർച്ചന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.